പണ്ടൊരിക്കൽ ആകാശവും സമുദ്രവും ഒന്നായി തൊടുന്ന ഒരു ലോകത്തിൽ തിരകളുടെ അടിയിൽ മറഞ്ഞു കിടന്നിരുന്നു ഒരു രഹസ്യമുണ്ടായിരുന്നു. സമുദ്രത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗത്ത് വിരിഞ്ഞ പൂവിനേക്കാളും മനോഹരമായ ഇളം നീല ജലം നിറഞ്ഞ വൈരങ്ങളെക്കാളും സുതാര്യമായൊരു ലോകം. അവിടെ തിരകളുടെ അടിയിൽ മറഞ്ഞുകൊണ്ട് സമുദ്രരാജാവിന്റെ അത്ഭുതകരമായ അരമന നിന്നിരുന്നു. പ്രകാശം ചൊരിയുന്ന പവിഴങ്ങളാൽ നിർമ്മിതമായ മതിലുകൾ, സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഉയർന്ന ജാലകങ്ങൾ. അരമനയിൽ മത്സ്യകന്യകമാരും കന്യകന്മാരും സന്തോഷത്തോടെ നീന്തി കളിച്ചു വന്നു. ഈ അത്ഭുതകരമായ ജലലോകം ഭരിച്ചിരുന്നത് സമുദ്രരാജാവായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് സമുദ്രരാജാവിന് തന്റെ രാജ്ഞിയെ നഷ്ടപ്പെട്ടു. അതിനുശേഷം അരമനയുടെ പരിപാലനം ഏറ്റെടുത്തത് അദ്ദേഹത്തിന്റെ വയോധികയായ അമ്മയായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ ഓർക്കണം, നമ്മൾ സമുദ്രത്തിന്റെ പുത്രിമാരാണ്. എന്നാൽ എല്ലാറ്റിനുമുപരി അവൾ ഏറ്റവും അധികം സ്നേഹിച്ചത് 6 യുവ രാജകുമാരിമാരെയാണ്. തന്റെ കൊച്ചുമക്കളെ, 6 സഹോദരിമാർ, എല്ലാരും ഒന്നിനൊന്ന് സുന്ദരികൾ. എന്നാൽ അവരിൽ ഏറ്റവും ഇളയവളായ ഏരിയലായിരുന്നു ഏറ്റവും സുന്ദരിയും അതിലും കൂടുതൽ കൗതുകമുള്ളവളും. അവളുടെ ത്വക്ക് പൂവിന്റെ ഇതളുപോലെ മൃദുവും സുന്ദരവുമായിരുന്നു. അവളുടെ കണ്ണുകൾ കടലിന്റെ ആഴം പോലെ നീലയുമായിരുന്നു. അവളുടെ സഹോദരിമാർ കടലിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നപ്പോൾ അവളുടെ മനസ്സ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മറ്റൊരു ലോകത്തെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്താ എപ്പോഴും ഇങ്ങനെ മൂകയായിരിക്കുന്നത്? എന്താണെന്നറിയില്ല, പക്ഷേ മുകളിൽ എന്നെ കാത്ത് എന്തോ ഇരിക്കുന്നത് പോലെയുണ്ട്. അരമനയുടെ ചിരികളിൽ നിന്ന് അകന്നു അവൾക്ക് സ്വന്തമായി ചെറിയൊരു ലോകമുണ്ടായിരുന്നു. ഇവിടെ തന്റെ പൂക്കളുടെ ഇടയിൽ അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഒന്നിനെയായിരുന്നു. അവൾക്ക് അവന്റെ പേരറിയില്ലായിരുന്നു, അവന്റെ ലോകവും അറിയില്ലായിരുന്നു. എങ്കിലും അവളുടെ ഹൃദയത്തിൽ അവന് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവളുടെ ചിന്തകൾ കടലിനപ്പുറം എങ്ങോക്കെയോ ഒഴുകിത്തുടങ്ങി. അമ്മമ്മേ, കടലിനു മുകളിലുള്ള ലോകം എങ്ങനെയാണ്? നമ്മുടേതിനേക്കാളേറെ വ്യത്യസ്തമായൊരു ലോകം. ആ ലോകം നീ കരുതുന്നതിലും കൂടുതൽ അപകടകരമാണ്. അവിടെ നീ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളുണ്ട്. വലിയ കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കും. മനുഷ്യരെ കാടുകളും നഗരങ്ങളും നിറഞ്ഞ ഭൂമികളിലേക്ക് കൊണ്ടുപോകും. അന്നു മുതൽ അവളുടെ ചിന്ത മുഴുവൻ പുറം ലോകത്തെക്കുറിച്ചായിരുന്നു. പുറമേയുള്ള കാഴ്ചകൾ കാണാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചു. ഒരിക്കലെങ്കിലും അവരുടെ ലോകത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞെങ്കിൽ, ഒരു നിമിഷമെങ്കിലും. ഒരു മത്സ്യകന്യകയ്ക്ക് 15 വയസ്സ് തികയുമ്പോൾ ആദ്യമായി കടലിന്റെ മുകളിലുള്ള ലോകം കാണാനുള്ള അവകാശം ലഭിക്കും. നിങ്ങളിൽ ഓരോരുത്തർക്കും 15 വയസ്സ് തികഞ്ഞാൽ കടലിനു മുകളിലേക്കുയരാം. നിലാവിൽ പാറമേലിരുന്നു കാഴ്ചകൾ കാണാം. അങ്ങനെ ആ സമയവുമെത്തി. മുതിർന്ന രാജകുമാരിക്ക് 15 വയസ്സ് തികഞ്ഞു. കൊട്ടാരം ആഘോഷിച്ചു. ആദ്യമായി കടലിന്റെ മുകളിൽ ഉയരാൻ അവൾക്ക് അനുവാദം ലഭിച്ചു. അങ്ങനെ അവൾ ഇതുവരെ ഒരിക്കലും പോകാതിരുന്ന ഉയരങ്ങളിലേക്കുയർന്നു. നിശബ്ദമായ തിരകളെ കടന്ന് ഏറെ ദൂരത്ത് പ്രകാശവും ജീവനും നിറഞ്ഞൊരു ലോകം തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എല്ലാവിടെയും വെളിച്ചമായിരുന്നു. ദൂരെ വെളിച്ചക്കൂട്ടം മിന്നിയിരുന്നു. എനിക്കത് കാണണം. അടുത്ത വർഷം മറ്റൊരു സഹോദരി മുകളിലേക്കുയർന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തായിരുന്നു അവൾ എത്തിയത്. ആകാശം പൊൻനിറത്തിൽ ജ്വലിച്ചു നിന്നു. മൂന്നാമത്തെ സഹോദരി എല്ലാരെക്കാളും ധൈര്യമുള്ളവളായിരുന്നു. അവൾ കടൽ കടന്ന് നദികളിലേക്കും കാടുകളിലേക്കും മനുഷ്യരുടെ ലോകത്തിലേക്കും യാത്ര ചെയ്തു. നാലാമത്തെ സഹോദരി ശാന്തവും സൗമ്യ സ്വഭാവമുള്ളവളായിരുന്നു. അവൾ കരയ്ക്കരികിലേക്ക് പോയില്ല. തുറന്ന സമുദ്രം തന്നെയായിരുന്നു അവൾക്ക് മതിയായ ലോകം. അഞ്ചാമത്തെ സഹോദരി ഉയർന്നപ്പോൾ കടൽ തണുപ്പും ഭയാനകവുമായിരുന്നു. അവൾ കൊടുങ്കാറ്റിന്റെയും മഞ്ഞിന്റെയും ലോകം കണ്ടു. വജ്രങ്ങളെപ്പോലെ മലകളെ കണ്ടു. എല്ലാ സഹോദരിമാരും മുകളിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ മുൻപത്തേതിനേക്കാളും അത്ഭുതകരമായ കഥകൾ കൊണ്ടുവന്നു. നഗരത്തിലെ വെളിച്ചങ്ങൾ 1000 നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി. സന്ധ്യാസമയത്തെ ആകാശം പൊന്നും ചുവപ്പും കലർന്ന നിറമായി മാറി. അവിടെ വാലില്ലാത്ത കുട്ടികൾ വെള്ളത്തിൽ കളിച്ചിരുന്നു. ഒപ്പം ഒരു വിചിത്ര ജീവിയും. ഞാൻ കരയ്ക്കടുത്ത് പോയില്ല. പക്ഷെ തുറന്ന കടൽ, അവസാനമില്ലാത്തതും ശാന്തവുമായത്, അതായിരുന്നു ഏറ്റവും സുന്ദരം. മഞ്ഞുമലകൾ കൊടുങ്കാറ്റിനിടയിൽ വജ്രങ്ങളെപ്പോലെ തിളങ്ങി. ഇനിയും പറയൂ, എനിക്ക് കാണാൻ കൊതിയാകുന്നു. രാത്രികൾ ശാന്തമായപ്പോൾ അവർ ഒരുമിച്ച് മുകളിലേക്കുയർന്നു. വിശാലമായ കടലിനപ്പുറത്തുള്ള കാഴ്ചകൾ കണ്ടു. എന്നാൽ
സഹോദരിമാർ ഒരുമിച്ചുയർന്നപ്പോൾ ഏറ്റവും ഇളയവൾ തനിച്ചായി. നിശബ്ദമായ ആഴങ്ങളിൽ അവൾ ഒറ്റപ്പെട്ടു. എനിക്ക് 15 വയസ്സായിരുന്നെങ്കിൽ എനിക്ക് മുകളിലെ ലോകത്തെയും അവിടെയുള്ള ആളുകളെയും തീർച്ചയായും ഇഷ്ടപ്പെടും. ആദ്യമാദ്യം മുകളിലുള്ള അത്ഭുതങ്ങൾ അവരെ ആനന്ദിപ്പിച്ചു. പക്ഷേ പതിയെ അതിൽ പുതുമയെല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ മനോഹരം തന്നെ, പക്ഷെ നമ്മുടെ കടല് തന്നെയാണ് രസം. അതെ, ശരിയാണ്. എന്നാൽ ഏരിയലിന്റെ ആഗ്രഹം ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് തീവ്രമായിക്കൊണ്ടിരുന്നു. അവസാനം ആ സമയവുമെത്തി. ഏരിയലിന് 15 വയസ്സ് തികഞ്ഞു. അവളുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു. ഇനി നിനക്കും നിന്റെ സഹോദരിമാരെ പോലെ മുകളിലേക്കുയരാം. സത്യമായിട്ടുമോ? അതിന് നീ ഒരു സമുദ്ര രാജകുമാരിയായി അലങ്കരിക്കപ്പെടണം. ചിപ്പികൾ കൊണ്ടുവരൂ. ചിപ്പികളോ? അധികാരത്തിനായി വേദനകൾ സഹിക്കേണ്ടിവരും. ജീവിതത്തിൽ ആദ്യമായി മുകളിലുള്ള ലോകം കാണാൻ പോവുകയാണവൾ. അങ്ങനെ തന്റെ വീടിനെ ഒരവസാന നോക്കോടെ കുമിള പോലെ ലഘുവായി അവൾ ഉയർന്നു. അവൾ നിന്നിരുന്ന സ്ഥലത്തിനടുത്തായി ആഘോഷങ്ങൾ നിറഞ്ഞ ഒരു വലിയ കപ്പൽ സഞ്ചരിക്കുകയായിരുന്നു. അതൊരു സുന്ദരനും ധീരനുമായ രാജകുമാരന്റെ ജന്മദിനമായിരുന്നു. ചിരികളും സംഗീതവും കപ്പലിൽ നിറഞ്ഞു. ആകാശം പോലും നിറങ്ങളാണ് മനോഹരമായി. നക്ഷത്രങ്ങൾ വീഴുന്നോ? കടൽ ഒരിക്കലും ദീർഘകാലം ശാന്തമാകാറില്ല. കാറ്റുയരാൻ തുടങ്ങി. ആകാശം പതിയെ ഇരുണ്ടു. ഒരു കൊടുങ്കാറ്റ് വരികയായിരുന്നു. കൊടുങ്കാറ്റ് തീവ്രമായി. തിരകൾ മലകളെ പോലെ ഉയർന്നു. ആ വലിയ കപ്പലിന് പോരാടാൻ കഴിഞ്ഞില്ല. വേഗം വെള്ളമടിച്ച് കയറുന്നു. ഇനിയും പിടിച്ചു നിൽക്കാനാവുന്നില്ല. പെട്ടെന്ന് കപ്പൽ തകർന്നു. അലയടിക്കുന്ന തിരകളുടെ ഇടയിൽ അവൾ അവനെ കണ്ടു. അവൻ കടലിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് വീഴുന്നതായിരുന്നു. ഒട്ടും മടിക്കാതെ ഭയപ്പെടാതെ അവൾ അവന്റെ അടുക്കലേക്ക് പാഞ്ഞു. ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. കൃത്യമായി അവൾ അവനെ എത്തിപ്പിടിച്ചു. അങ്ങനെ അവൾ അവനെ കടലിന്റെ ആഴങ്ങളിൽ നിന്നും മേൽപോട്ടുയർത്തി. അവസാനം കൊടുങ്കാറ്റിനെ കടന്ന് ശാന്തവും നിസ്സാരവുമായൊരു പുലരിയിലേക്ക് അവരെത്തി. ആദ്യമായി അവൾ അവനെ വ്യക്തമായി കണ്ടു. ദയവായി കണ്ണു തുറക്കൂ. പ്രഭാതം കൂടുതൽ തെളിഞ്ഞപ്പോൾ കര അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തന്റെ മുഴുവൻ ശക്തിയും ചേർത്ത് അവൾ അവനെ കരയിലേക്ക് കൊണ്ടുവന്നു. പെട്ടെന്ന് അവൾ കാൽച്ചുവടുകൾ കേട്ടു. ഭയന്ന് വേഗത്തിൽ ഒരു പാറയ്ക്ക് പിന്നിൽ മറഞ്ഞു. നിശബ്ദമായി നോക്കി നിന്നു. ഒരു യുവതി കരയിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ സഹായത്തിനായി ആളുകളെ വിളിച്ചു ചേർത്തു. അവൻ കണ്ണു തുറക്കുന്നുണ്ട്. ഞാൻ എവിടെയാണ്? നീ സുരക്ഷിതനാണ്. രാജകുമാരൻ പതിയെ കണ്ണു തുറന്നു. ആദ്യമായി കണ്ട മുഖം അവളുടേതായിരുന്നു. അവളാണ് തന്നെ രക്ഷിച്ചതെന്ന് അവൻ വിശ്വസിച്ചു. ആ നിമിഷത്തിൽ തന്നെ അവൻ അവളോട് പ്രണയത്തിലായി. ഏരിയലിന്റെ ഹൃദയം തകർന്നു. അവളാണ് തന്നെ രക്ഷിച്ചതെന്ന് അവൻ അറിയിക്കാൻ കഴിഞ്ഞില്ല. വേദനയോടെ നിറഞ്ഞ ഹൃദയത്തോടെ അവൾ വീണ്ടും കടലിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു. അവൾ വീട്ടിലേക്ക് മടങ്ങി. പക്ഷെ അവളുടെ ഹൃദയം കടലിന് മുകളിൽ തന്നെയായിരുന്നു. നീ തിരിച്ചെത്തിയോ? എന്താണ് കണ്ടത്? എങ്ങനെയുണ്ടായിരുന്നു? വീണ്ടും വീണ്ടും അവൾ അവനെ വിട്ടുപോയ സ്ഥലത്തേക്ക് പോയി നോക്കി. പ്രഭാതം തോറും രാത്രി തോറും അവൾ അവനെ തേടി. പക്ഷെ അവൻ ഒരിക്കലും വന്നില്ല. അവളുടെ ഏക ആശ്വാസം അവളുടെ ചെറിയ തോട്ടമായിരുന്നു. പക്ഷേ അതുപോലും അവൾ പതിയെ മറക്കാൻ തുടങ്ങി. അവസാനം അവൾക്കവിടെ പിടിച്ചു നിൽക്കാനായില്ല. അവൾ തന്റെ രഹസ്യം തന്റെ ഏറ്റവും അടുത്ത സഹോദരിയോട് പറഞ്ഞു. ഞാൻ അവനെ രക്ഷിച്ചു. തിരകളിൽ നിന്ന് മുകളിലേക്ക് എത്തിച്ചു. നീയൊരു മനുഷ്യനെ രക്ഷിച്ചോ? ഞാൻ എന്നും പോയി നോക്കുന്നുണ്ട്, പക്ഷേ അവൻ അവിടെ ഇല്ല. പക്ഷെ രഹസ്യങ്ങൾ നീണ്ടു നിൽക്കില്ലല്ലോ. വൈകാതെ തന്നെ അവളുടെ എല്ലാ സഹോദരിമാരിലേക്കും ഈ വിവരമെത്തി. അവളൊരു മനുഷ്യനെ രക്ഷിച്ചു. ഇപ്പോഴും അവന്റെ അടുക്കൽ പോകുന്നു. ഞാൻ അവനെ സ്നേഹിക്കുമെന്ന് കരുതിയില്ല. അവൻ എവിടെയാണ്? സഹോദരിമാരുടെ സുഹൃത്തുക്കൾ വഴി അവർ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി. കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ കൊട്ടാരം. ആ ദിവസത്തിനു ശേഷം അവൾ വീണ്ടും വീണ്ടും അവനെ കാണാൻ പോയി. ഇരുട്ടിൽ മറഞ്ഞ് അവൾ അവനെ ആവോളം കണ്ടു. നമ്മുടെ രാജകുമാരൻ, പലരുടെയും ജീവൻ രക്ഷിച്ചവൻ. മുഴുവൻ രാജ്യം അവനെ സ്നേഹിക്കുന്നു. എനിക്കറിയാം. അവസാനം അവൾ മുകളിലുള്ള ലോകത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളുടെ അടുക്കിലേക്ക് പോയി. തന്റെ വല്യമ്മയുടെ അരികിൽ. മനുഷ്യരെന്നും ജീവിക്കുമോ? ഇല്ല,
അവരുടെ ജീവിതം നമ്മളെക്കാൾ ചെറുതാണ്. പക്ഷേ നമുക്കില്ലാത്ത ഒന്നുണ്ടവർക്ക്, എന്നും നിലനിൽക്കുന്ന ഒരാത്മാവ്. നമുക്കൊരിക്കലും ആത്മാവ് ലഭിക്കില്ലേ? ഒരാത്മാവിനായി എന്റെ 300 വർഷവും ഞാൻ നൽകും. നമ്മൾ മരിച്ചാൽ കടലിലെ നുരയായി മാറും. ആത്മാവില്ലാതെ ഒരു മനുഷ്യൻ നിന്നെ പൂർണ്ണമായി സ്നേഹിച്ചാൽ മാത്രം അവന്റെ ആത്മാവ് നിനക്കാകും. വാ കുഞ്ഞേ, ഇന്ന് അരമന വിരുന്ന് നടക്കും. ആ സന്ധ്യയിൽ അരമന സംഗീതത്തിലും സന്തോഷത്തിലും മുങ്ങി നിന്നു. മുകളിലുള്ള ലോകം പോലും കാണാത്തൊരു ഭംഗി, പ്രകാശവും നിറങ്ങളും ജീവിതവും നിറഞ്ഞൊരു ലോകം. ഹാളിലൂടെ മത്സ്യകന്യകമാരും മത്സ്യകന്യകന്മാരും ഒരുമിച്ച് നൃത്തം ചെയ്തു. അവരുടെ ശബ്ദങ്ങൾ വെള്ളത്തിൽ സംഗീതമായി നിറഞ്ഞു. അവരെല്ലാരെക്കാളും സുന്ദരമായി ഏരിയൽ പാടി. അവളുടെ സ്വരമാധുര്യം മറ്റൊന്നുമുണ്ടായിരുന്നില്ല. അവിടെയുള്ള എല്ലാവരും അവിടെ അഭിനന്ദിച്ചു. പക്ഷേ അവളുടെ ഹൃദയത്തിന് ആ സന്തോഷലോകത്തിൽ തുടരാൻ കഴിഞ്ഞില്ല. അവൾ പതിയെ ആ പ്രകാശഭരിതമായ ഹാളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. സംഗീതവും ചിരിയും മാറ്റിവെച്ച് അവൾ ഒറ്റയ്ക്ക് തന്റെ ചെറിയ തോട്ടത്തിലേക്ക് മടങ്ങി. ആ ശബ്ദം, അവൻ മുകളിലുണ്ട്, എന്റെ രാജകുമാരൻ. അവന്റെ പോലെ എനിക്ക് അമരമായ ആത്മാവില്ല. പക്ഷെ ഞാനത് മാറ്റും. എനിക്കുള്ളതെല്ലാം നൽകിയാണെങ്കിലും ഞാനൊരാത്മാവ് നേടും. സമുദ്രമന്ത്രവിദ്യനെ, അവൾക്കെന്നെ സഹായിക്കാനാകും. അങ്ങനെ അവൾ തന്റെ ലോകത്തിൽ നിന്നും മാറി ഇരുട്ട് നിറഞ്ഞ ഭീമാകാരമായ ലോകത്തേക്ക് മടങ്ങി. ആർക്കും പോകാൻ ധൈര്യമില്ലാത്തിടത്തേക്ക്. ചുഴികൾക്കപ്പുറം പ്രകാശമില്ലാത്തൊരു ലോകം, സൗന്ദര്യമില്ലാത്തൊരു ലോകം, നിശബ്ദതയും ഭയവും മാത്രം. ജലം കൂടുതൽ ഇരുണ്ടതും തണുത്തതുമായി മാറി. ഇരുട്ടിൽ നിന്ന് അവൾ പുറത്തു വന്നു, ഒരു ഭയാനകമായ നിഴൽ പോലെ. കടൽ മന്ത്രവാദിനി, പിശാചിനെ തന്നെ എന്ന് തോന്നിപ്പിക്കും. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. നീ വളരെ ദൂരം താണ്ടി വന്നിരിക്കുന്നത് കുമാരനു വേണ്ടി മനുഷ്യനാകാനല്ലേ? അതെ, എനിക്ക് മനുഷ്യയാകണം. ഞാൻ നിനക്ക് കാലുകൾ നൽകാം, അവന്റെ സ്നേഹം നേടാനുള്ള ഒരവസരവും. പക്ഷേ അതിനു വിലയുണ്ട്, നിന്റെ ശബ്ദം. അപ്പോൾ എനിക്കുള്ളിൽ എന്താണ് ശേഷിക്കുക? നിന്റെ സൗന്ദര്യം. അതുകൊണ്ട് നിനക്കവന്റെ ഹൃദയം കീഴടക്കാം. ഇനി നിന്റെ ശബ്ദം. കരയിലെത്തുമ്പോൾ ഇത് കുടിക്കുക. നിന്റെ വാൽ അപ്രത്യക്ഷമാകും. നിനക്ക് കാലുകൾ ലഭിക്കും. പക്ഷേ ഓരോ ചുവടും മൂർച്ചയുള്ള വാളിൽ നടക്കുന്നതുപോലെ വേദനിക്കും. ഓർക്കണം, രാജകുമാരൻ നിന്നെ സ്നേഹിക്കാതെ പോയാൽ നീ കടലിൽ നുരയായി ലയിക്കും. കയ്യിൽ തിളങ്ങുന്ന മാന്ത്രിക പാനീയവുമായി അവൾ മുന്നോട്ട് നീങ്ങി. വന്ന വഴികളിലൂടെ തന്നെ അവൾ വീണ്ടും മുകളിലേക്കുയർന്നു. തന്റെ വിധിയെക്കുറിച്ചോർത്ത് ശങ്കിച്ച് അവൾ ആ മാന്ത്രിക പാനീയം കുടിച്ചു. ഉടനെ തന്നെ ഒരു കത്തുന്ന വേദന അവളുടെ ശരീരത്തിലുടനീളം പാഞ്ഞു. അവൾ വേഗത്തിൽ കരയിലേക്ക് നീങ്ങി. സമയം കടന്നുപോയി. സൂര്യൻ ഉയർന്നു വന്നു. അവളുടെ കണ്ണുകൾ പതിയെ തുറന്നു. അവൾ ചലിക്കാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് അവൾക്ക് ആ വ്യത്യാസം അറിഞ്ഞത്. മുൻപ് വാളുണ്ടായിരുന്നിടത്ത് ഇന്നിതാ 2 കാലുകൾ. പെട്ടെന്ന് ഒരു നിഴൽ അവളുടെ മേൽ വീണു. അവൾ മേലോട്ട് നോക്കി. രാജകുമാരൻ അവളുടെ മുന്നിൽ നിന്നിരുന്നു. രാജകുമാരൻ അവൾക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അവൾ ഉത്തരം നൽകാൻ ശ്രമിച്ചു. പക്ഷെ ശബ്ദമൊന്നും പുറത്തു വന്നില്ല, നിശബ്ദത മാത്രം. എങ്കിലും അവളിൽ എന്തോ പരിചിതമായൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ശബ്ദമില്ലാതെ അവൾ അവന്റെ ലോകത്തിലേക്ക് കടന്നു. ദിവസങ്ങൾ കടന്നുപോയി. താമസിയാതെ കൊട്ടാരത്തിൽ സേവകർ അവളെ സുന്ദരിയാക്കി. അരമനയിൽ എല്ലാവരിൽ കൂടുതൽ സുന്ദരിയായി അവൾ മാറി. എന്നാൽ അപ്പോഴും അവളുടെ ലോകം നിശബ്ദമായിരുന്നു. അവൾ അവനുവേണ്ടി നൃത്തം ചെയ്തു. ഓരോ ചവിടും അവളുടെ കാലുകളെ കത്തിപോലെ വേദനിപ്പിച്ചിട്ടും രാജകുമാരന് അവളിൽ നിന്ന് കണ്ണു മാറ്റാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൾ എപ്പോഴും അവന്റെ ഒപ്പം തന്നെ തുടർന്നു. ഒരു കാലത്ത് ഞാൻ ജീവിക്കില്ലെന്ന് വിചാരിച്ചതായിരുന്നു. എന്നെ രക്ഷിച്ചത്
അവളാണ്. ഏരിയലിന്റെ ഹൃദയം തകർന്നു. സത്യാവസ്ഥ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. അടുത്ത രാജ്യത്തിലെ രാജകുമാരിയെ നിനക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. താമസിയാതെ ഈ വാർത്ത നഗരം മുഴുവൻ പടർന്നു. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. എനിക്ക് പോകണം. എന്റെ മാതാപിതാക്കൾ തെരഞ്ഞെടുത്ത രാജകുമാരിയെ കാണാൻ. എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ല. നീ ഓർമ്മിപ്പിക്കുന്ന എന്നെ രക്ഷിച്ച പെൺകുട്ടിയെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂ. അങ്ങനെ വലിയ കപ്പൽ അയൽ രാജ്യത്തേക്ക് തിരിച്ചു. അവരെത്തിയപ്പോൾ രാജ്യം ആഘോഷങ്ങളാൽ നിറഞ്ഞിരുന്നു. രാജകുമാരി പുറത്തു വന്നു. അവൾ സുന്ദരിയും സൗമ്യയും പ്രകാശം നിറഞ്ഞവളുമായുമായിരുന്നു. രാജകുമാരൻ അവളെ കണ്ടപ്പോൾ അവന്റെ മുഖം സന്തോഷത്തിൽ തെളിഞ്ഞു. അതെ, നീ തന്നെയാണ്. എന്നെ രക്ഷിച്ചത് നീ തന്നെയല്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമായി. നീ സന്തോഷിക്കും. എനിക്കറിയാം, നിന്റെ ഹൃദയം നല്ലതാണ്. നീ സന്തോഷവാനായാൽ അതു മതി. ആ നിമിഷത്തിൽ ചെറിയ ജലകന്യകയുടെ ഉള്ളിൽ എല്ലാം തകർന്നു. വിവാഹം പ്രഖ്യാപിച്ചു. നഗരമൊട്ടാകെ മണികൾ മുഴങ്ങി. എല്ലാവരും ആഘോഷങ്ങളിൽ നിറഞ്ഞു. അവൾ വധുവിന്റെ അരികിൽ നിന്നു. അത് ബഹളത്തിലും അവൾ ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല. ആ രാത്രി അവർ കപ്പലിലേക്ക് മടങ്ങി. വീണ്ടും സംഗീതം, ചിരി, നൃത്തം എന്നിവ കൊണ്ട് നിറഞ്ഞു. വീണ്ടും അവൾ നൃത്തം ചെയ്തു. മുമ്പത്തേക്കാൾ മനോഹരമായി. എന്നാൽ ഓരോ ചുവടും കത്തികൾ പോലെ അവളുടെ ശരീരത്തെ കുത്തിക്കീറിയിരുന്നു. രാത്രി ശാന്തമായി മാറിയപ്പോൾ രാജകുമാരനും കുമാരിയും വിശ്രമിക്കാൻ പോയി. കപ്പൽ നിശബ്ദമായി. ഏരിയൽ ഒറ്റയ്ക്ക് കപ്പലിന്റെ അരികിൽ നിന്നു. പ്രഭാതമാകുന്നത് നോക്കിക്കൊണ്ട് പെട്ടെന്ന് കടലിൽ നിന്ന് അവളുടെ സഹോദരിമാർ ഉയർന്നു വന്നു. അവരുടെ നീണ്ട മുടി മുഴുവൻ മുറിച്ചിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ മുടി മന്ത്രവാദിനിക്ക് നൽകി. അവൾ ഞങ്ങൾക്ക് ഈ കത്തി നൽകി. പുലരിക്ക് മുൻപ് നീ അവന്റെ ഹൃദയത്തിൽ കുത്തിയാൽ നീ വീണ്ടും മത്സ്യകന്യകയാകും. നിനക്ക് ഞങ്ങളോടൊപ്പം പഴയ പോലെ ജീവിക്കാം. വേഗം പുലരി എത്തുകയാണ്. അവൾ കത്തി വാങ്ങി. കത്തി പിടിക്കുമ്പോൾ അവളുടെ കൈകൾ തീവ്രമായി വിറച്ചു. അവൾ പതിയെ രാജകുമാരന്റെ മുറിയിലേക്ക് നടന്നു. ഓരോ ചുവടും വേദന നിറഞ്ഞതായിരുന്നു. കുമാരൻ തന്റെ വധുവിന്റെ അരികിൽ സമാധാനമായി കിടക്കുന്നത് അവൾ തകർന്ന ഹൃദയത്തോടെ നോക്കി. അവൾ കത്തി ഉയർത്തി. പക്ഷേ അവൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. പകരം അവൾ ആ കത്തി വലിച്ചെറിഞ്ഞു. തന്റെ മരണമെടുത്തിട്ടും അവൾ തന്റെ ജീവനക്കാരി അവനെ സ്നേഹിച്ചു. പുലരിയുടെ ആദ്യ പ്രകാശം ആകാശത്തെ തൊടാൻ തുടങ്ങി. ഇതാണ് തന്റെ അവസാനമെന്ന് അവൾ അറിഞ്ഞിരുന്നു. ദൃഢനിശ്ചയത്തോടെ അവൾ കപ്പലിന്റെ അരികിലേക്ക് കയറി. പതിയെ അവൾ സ്വയം കടലിലേക്ക് എടുത്തു ചാടി. കടലിലേക്ക് വീണപ്പോൾ അവളുടെ ശരീരം പതിയെ ലയിക്കാൻ തുടങ്ങി. അവൾ തനിയെ അലിഞ്ഞു പോകുന്നതായി അനുഭവിച്ചു. പതയായി മാറുന്നതിനു പകരം അവൾ മേൽപ്പോ തുടർന്നു. സൂര്യൻ കടലിനു മുകളിൽ ഉദിച്ചു. സ്വർണപ്രകാശം തിരകളിൽ പരന്നു. എന്നാൽ ഇപ്രാവശ്യം സൂര്യപ്രകാശം അവളുടെ ശരീരത്തെ പൊള്ളിച്ചില്ല. പകരം അവൾ ആ പ്രകാശം മുഴുവനായും അനുഭവിച്ചു. ഞാൻ എവിടെയാണ്? മാലാഖമാർക്കിടയിൽ. ഞാൻ നുരയായി മാറേണ്ടതായിരുന്നു. നിനക്ക് ജീവൻ തിരഞ്ഞെടുക്കാമായിരുന്നിട്ടും നീ നിന്റെ സ്നേഹത്തിന് പ്രാധാന്യം നൽകി. അതുകൊണ്ട് നിനക്ക് ഒരു പുതിയ പാത ലഭിച്ചിരിക്കുകയാണ്. ഒരു ആത്മാവോ? ഇപ്പോൾ നീ ഒരു ആത്മാവല്ല, നീയൊരു മാലാഖയാണ്. നിന്റെ നന്മ നിറഞ്ഞ പ്രവൃത്തികളിലൂടെ നിനക്ക് അമരമായ ആത്മാവ് ലഭിക്കും. രാജകുമാരനും ഭാര്യയും ഉണർന്നു. അവളെ കാണാനില്ലെന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരവളെ തേടി നോക്കി. എവിടെയും കണ്ടില്ല. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ അതുമാത്രമാണ് ആഗ്രഹിച്ചത്. അവരറിയാതെ തന്നെ അവൾ അവരുടെ അരികിലേക്ക് നീങ്ങി. അങ്ങനെ ഒരു മരണമില്ലാത്ത മാലാഖയായി അവൾ മേഘങ്ങളോടൊപ്പം ഉയർന്നു. സ്വതന്ത്രയായി, അതിരുകളില്ലാതെ, സ്നേഹത്തിന്റെ പ്രതീകമായി അവൾ ഉയർന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ കൂട്ടുകാരെ? എങ്കിലിത് ഹൈപ്പ് ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.